ഇന്നത്തെ എൻ്റെ റെസിപ്പി ഓട്സ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഷുഗറുകാർക്കും അതുപോലെ ഹെൽത്ത് ഡയറ്റൊക്കെ നോക്കുന്ന ആൾക്കാർക്കൊക്കെ കഴിക്കാൻ പറ്റിയ, പിന്നെ ഓട്സ് കഴിച്ച് മടുത്തവർക്കും വളരെ ടേസ്റ്റിയോടുകൂടി കഴിക്കാൻ പറ്റിയ ഒരു പഞ്ഞി പോലത്തെ ഓട്സ് അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് തൈരും ഓട്സും വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അഭിപ്രായങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കണേ. അപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ക്രോയ്ക്കർ ഓട്സാണ്. ഇത് ഇൻസ്റ്റൻറ്റ് ഓട്സാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് എടുക്കുന്നുണ്ട്. 250 ml ഒരു മെഷറിംഗ് കപ്പിലാണ് എടുക്കുന്നത്. വളരെ കുറച്ച് ചേരുവകൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഓട്സ് അപ്പം ഉണ്ടാക്കുന്നത്. ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. ഏത് കറിയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പമാണ് കേട്ടോ. ആദ്യം ഈ എടുത്തു വെച്ചിരിക്കുന്ന 250 ഗ്രാം ഓട്സ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ചെറിയ തീ വെച്ചിട്ട് വേണം റോസ്റ്റ് ചെയ്തെടുക്കാൻ. നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ, അടി പിടിക്കരുതേ. ഇതിപ്പം നല്ല ബ്രൗൺ കളറാകുന്നവരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോഴത്തേക്ക് ഓട്സ് നല്ല ഡ്രൈ ആയി കിട്ടും. ഇത് പെട്ടെന്ന് മിക്സി പൊടിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആ ഓട്സിൻ്റെ ആ പച്ചച്ചവയുണ്ടല്ലോ, അത് ഉണ്ടാകത്തുമില്ല. ആ പച്ചച്ചവ ഉണ്ടെങ്കിൽ അത് അപ്പം ഉണ്ടാക്കുമ്പോഴത്തേക്കൊരു ടേസ്റ്റ് വ്യത്യാസം വരുവേ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ വറുത്തെടുക്കുന്നത്. ഇതിപ്പം നല്ലോണം വറുത്ത് വന്നിട്ടുണ്ട്. ഈ വറുത്ത ഓട്സ് വേണം നമുക്ക് പൊടിച്ചിട്ട് അപ്പത്തിനായിട്ട് എടുക്കാനേ. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അതിന് മുമ്പായിട്ടൊന്ന് തണുക്കാൻ വെക്കണേ. ഒരു പാത്രത്തിൽ ഒരു 10 മിനിറ്റ് ഞാൻ തണുക്കാൻ വെക്കുന്നുണ്ട്. തണുത്തതിന് ശേഷം വേണം ഇത് പൊടിച്ചെടുക്കാൻ. ചൂടോടെ പൊടിക്കരുത്. എല്ലാ നേരവും കഴിക്കാൻ പറ്റിയില്ലെങ്കിലും ദിവസം ഒരു നേരമെങ്കിലും ഓട്സ് കഴിക്കുന്നത് ശരീരത്തിന് നല്ലതാണ്. ഇത് ഫൈബറിൻ്റെ അംശം കുറവുള്ളവർക്കും അതുപോലെ വൈറ്റമിൻസ് കുറവുള്ളവർക്കും ഒക്കെ ഈ ഓട്സ് കഴിക്കുന്നത് നല്ലതാണ്. വെയിറ്റ് കൂടിയവർക്കും ഇത് നല്ല വെയിറ്റ് കുറഞ്ഞ് കിട്ടും സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ. ഇനി ഇതൊരു ജാറിലേക്ക് ഇട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഓട്സ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇത് പൊടിച്ചെടുത്തതിന് ശേഷം വേണം നമുക്ക് അപ്പം ഉണ്ടാക്കാൻ. അപ്പം ഞാനിത് പൊടിച്ചിട്ട് വരാം. നന്നായിട്ട് പൊടിച്ചെടുത്താൽ മാത്രമേ ഉള്ളൂ അപ്പം നല്ല സോഫ്റ്റായിട്ടും അതുപോലെ തന്നെ പരത്തുന്ന സമയത്തുണ്ടല്ലോ ഒട്ടും കട്ടിയില്ലാതെയും കിട്ടത്തുള്ളേ. ഇപ്പം ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വറുത്തെടുത്തിരിക്കുന്നതുകൊണ്ടില്ലേ വേഗത്തിൽ പൊടിഞ്ഞു കിട്ടുവേ. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഈ ഓട്സ് ധാരാളം വെള്ളം അബ്സോർബ് ചെയ്യുന്ന സാധനമാണ്. അതുകൊണ്ട് കുറച്ചേറെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആദ്യം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന പോരെങ്കിൽ ആവശ്യത്തിന് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുപോലെ നല്ല ഹെൽത്തിയുവാ. ഇപ്പം ഞാൻ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ അതിനടുത്തുള്ള ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിളാക്കി ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുവേ. പിന്നെ വീഡിയോസ് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇപ്പം നല്ലോണം ഓട്സ് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കുന്നത് ഒരു മെയിൻ ചേരുവ കൂടിയുണ്ട്. അതെന്താണെന്നറിയാവോ? തൈരാണേ. തൈരും ഓട്സും വെച്ചിട്ടാണ് നമ്മൾ ഈ അപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഓട്സിൻ്റെ ഒരു ടേസ്റ്റും അതിൽ കാണത്തില്ല അപ്പത്തിൽ. ഒരു ചെറിയ പുളിയും അതുപോലെ നല്ലൊരു രുചിയായിരിക്കുവേ. ഞാൻ 250 ഗ്രാം തൈര് തന്നെ അതേ കപ്പിൽ എടുക്കുന്നുണ്ട്. സെയിം അളവിൽ ഓട്സും സെയിം അളവിൽ തന്നെ തൈരും എടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലോണം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഇളക്കി കട്ടയില്ലാതെ ഇളക്കി എടുക്കണം കേട്ടോ. ഇനി ഒരു ബീറ്ററുണ്ട്, ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്താൽ മതി. ഓട്സ് എല്ലാവരും സാധാരണ കുടിക്കുന്നത് പാലി കാച്ചിയല്ലേ. അങ്ങനെ പാലി കാച്ചി കുടിച്ച ആൾക്കാർക്കെല്ലാം മടുപ്പാവും ഇതിനോട്. ഇങ്ങനെയുള്ള വെറൈറ്റി ആയിട്ടുള്ള അപ്പങ്ങളൊക്കെ ട്രൈ ചെയ്യുവാണെങ്കിൽ ഉണ്ടല്ലോ ആ ഓട്സ് കഴിക്കുന്നതിൻ്റെ ആ മടുപ്പൊന്നും കാണത്തില്ല. അതുപോലെ തന്നെ നമുക്ക് എന്ത് കറിയുടെ കൂടി ഇത് കഴിക്കുകയും ചെയ്യാവേ. ഈ സമയത്ത് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് നല്ലോണം ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി മെയിനായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കണേ, ഈ അപ്പമൊക്കെ ഒഴിക്കുന്ന സമയത്ത് ചെറിയ ബൗൾ വരികയല്ലേ, കിഴുത്തയായിട്ട് വരികയല്ലേ, അത് നമ്മൾ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നതുകൊണ്ടാണ്. അത് ഞാൻ ചെറിയൊരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് തികച്ചും ഓപ്ഷനല്ല, വേണമെങ്കിൽ മാത്രം ചേർത്തുവെച്ചാൽ മതിയേ. ഇനി ഈ സമയമായപ്പോൾ കുറച്ചുകൂടി കുറുകിയിട്ടുണ്ട്. ഞാൻ ഇച്ചിരി വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ലൂസാക്കുന്നുണ്ട്. ഈ ബാറ്റർ ഉണ്ടല്ലോ കുറച്ച് ലൂസായിരുന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഒഴിച്ചു കൊടുത്ത് പരത്താൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഓട്സിന്. അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണേ. ഇനി ഇത് ഒന്നുകൂടി മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം.
ഈ സമയത്ത് ഞാനൊരു പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഓരോ തവി വീതം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് മുമ്പായിട്ട് നെയ്യ് വേണ്ടവർക്ക് നെയ്യ് ഇച്ചിരി തൂവി കൊടുക്കാം, ഇല്ലെങ്കിൽ ഇച്ചിരി എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് ഓരോ തവി മാവ് വെച്ച്, ഓരോ വലിയ തവിയാണേ ഒരു തവി, ചെറിയ തവിയാണേ ഒരു 2 തവി മാവ്, അങ്ങനെ ഒഴിച്ച് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കണം. ഈ പരത്തിയതിന് ശേഷമുണ്ടല്ലോ തീ കുറച്ച് വെച്ച് നമുക്ക് അടച്ചു വെക്കണം. അടച്ചു വെച്ച് 2 മിനിറ്റ് ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് ഓട്സ് അപ്പം റെഡിയാവും. ഇതിപ്പോൾ തിരിച്ചൊന്നും ഇട്ട് കൊടുക്കണ്ട കേട്ടോ, ഒരു സൈഡ് മാത്രം ഇങ്ങനെ മുത്താൽ മതി. കണ്ടില്ലേ, അത് നല്ല കുത്തായിട്ട് വന്നിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് അപ്പം കിട്ടിയിട്ടുണ്ട്. ബാക്കി ഇരിക്കുന്ന ഓട്സിൻ്റെ മാവും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാവേ. ഇത് വേണേ ഹെൽത്തി ആയിട്ട് കുറച്ചുകൂടി ഉണ്ടാക്കണമെങ്കിൽ വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ മല്ലിയില, പാലക്ക് അതൊക്കെ അരച്ച് ചേർത്താലും അതൊക്കെ നമുക്ക് പറ്റുന്ന ടേസ്റ്റാണ്. ഇഷ്ടപ്പെട്ടാൽ അങ്ങനെ ചേർത്തുണ്ടാക്കാം, ഒരു വെറൈറ്റി ആവും. പിന്നെ മധുരം ചേർക്കേണ്ടവർക്ക് മധുരം ചേർത്തും ഉണ്ടാക്കാം കേട്ടോ. ഇതിപ്പോൾ ഹെൽത്തി ആയിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഞാൻ മധുരം ചേർക്കുന്നില്ല. മധുരം ചേർത്ത് ഉണ്ടാക്കിയാലും നല്ലതാണ്. ബാക്കി ഇരിക്കുന്ന മാവ് കൊണ്ടുള്ള അപ്പവും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ചിലവർക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയും അപ്പവും ഒക്കെയാണ് ഇഷ്ടം. അങ്ങനെയുള്ളവർക്ക് ഈ അപ്പം ഒന്ന് മറിച്ചിട്ട് കൊടുത്തേച്ചാൽ മതി. നമുക്ക് നല്ല പൊന്തി വരുന്ന രീതിയിൽ തന്നെ മറിച്ചും തിരിച്ചും ഇട്ട് ക്രിസ്പി ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കിയെടുക്കാവേ. അരിയാഹാരമൊക്കെ കഴിക്കുകയല്ലേ നമ്മൾ സ്ഥിരമായിട്ട്, അതൊന്ന് മാറ്റി പിടിച്ചിട്ട് ഏതെങ്കിലും ഒരു നേരം ഇങ്ങനത്തെ ഹെൽത്തി ആയിട്ടുള്ള ദോശയോ അപ്പമോ ഒക്കെ കഴിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, അത് ഓട്സ് കൊണ്ടുള്ളത് സ്ഥിരമാക്കിയാൽ നമ്മുടെ ശരീരത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ അംശം നന്നായിട്ട് കുറയും. ഷുഗർകാർക്കൊക്കെ ഒരുപാട് ഗുണം ചെയ്യും കേട്ടോ. പക്ഷേ മസ്റ്റായിട്ട് ആഴ്ചയിൽ ഒരു 4 പ്രാവശ്യമെങ്കിലും നമ്മളിത് കഴിച്ചിരിക്കണം. ഇതുപോലെ 2 സൈഡും മറിച്ചും തിരിച്ചുവിട്ട് മൂപ്പിച്ചെടുത്താലും നല്ലതാണ്. അങ്ങനെയും ഞാൻ എടുക്കുന്നുണ്ട്. നല്ല പഞ്ഞി പോലത്തെ അപ്പമാണ് കേട്ടോ. അങ്ങനെ എല്ലാ അപ്പവും ഞാനിവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ റെസിപ്പികളൊക്കെ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങളുടെയൊക്കെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഇനി ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം. നല്ല പഞ്ഞി പോലത്തെ അപ്പമാണ് കേട്ടോ. ഇതുപോലത്തെ അപ്പം ഉണ്ടാക്കി നമ്മൾ മുട്ട റോസ്റ്റിൻ്റെ ഒക്കെ കൂടെ കഴിക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഇറച്ചി കുറുമയൊക്കെ വെച്ചിട്ട് കഴിക്കുകയാണെങ്കിലൊക്കെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇങ്ങനത്തെ റെസിപ്പികളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാ കൂട്ടുകാരും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.